എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ഇഷിതയുടെയും മഹേഷിന്റെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. കൈലാസിന് ലോട്ടറി അടിച്ച മട്ടിലായിരുന്നു. ഇഷിതയും മഹേഷും ചേർന്ന് 40 ലക്ഷം രൂപ അയക്ക് കൊടുത്തു. അയാളുടെ കടം കൊണ്ട് വീട്ടിട്ടെന്ന് കരുതിയിട്ട് പിന്നീട് അങ്ങോട്ട് ഇഷിതയും മഹേഷും കൂടെ ഫുഡ് കഴിക്കാണ്ട് അങ്ങോട്ട് പോവാണ്. അങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മഹേഷ് പറഞ്ഞു, താൻ ചെറിയ കാര്യമൊന്നും അല്ല ചെയ്തേ. തന്റെ സഹായം കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഒരു കാരണവശാലും ഇപ്പൊ കൈലാസിന്റെ പണം കൊടുക്കാനായിട്ട് സാധിക്കില്ലായിരുന്നു പറയാ. ഇത് കേട്ടപ്പോ ഇഷിത പറഞ്ഞു, സാരമില്ല, ഒരു പക്ഷേങ്കില് എങ്ങാനും ജയിലിലായി പോയി കൈലാസേനും ജയിലിലായി പോയിട്ടുണ്ടെങ്കിൽ അത് മഞ്ജുമേച്ചിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ? പണം നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാക്കാം. പക്ഷേങ്കില് ഒരു പേര് ദോഷം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് മാറുമോന്ന് ചോദിക്കുകയാണ്. ഒരു ബിസിനസ് ഒക്കെ ഇനി നടത്തിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ജയിലിൽ പോയി കിടന്നിട്ട് ആളാന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ 8 നില പൊട്ടത്തുള്ളൂ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട മഹേഷ് പറഞ്ഞു, ശരിയാ, താൻ പറഞ്ഞ് 100% ശരിയാന്ന് പറയാണ്. പിന്നീട് ചിപ്പിമോളെ വിളിച്ച് ചിപ്പിമോൾക്ക് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ചിപ്പിമോളെ സ്കൂൾ വിടാനായിട്ട് ബാഗൊക്കെ റെഡിയാവുന്ന സമയത്ത് ഇഷിത ചിപ്പിമോളോട് കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. സ്കൂളിലെ വിശേഷങ്ങളൊക്കെ ആദ്യയെക്കുറിച്ചൊക്കെ തിരക്കുവാണ്. ആദ്യം സ്കൂളിലേക്ക് വന്നിട്ട് ചിപ്പിമോളോട് മിണ്ടാൻ വന്നോ എന്നൊക്കെ ചോദിക്കുകയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ ചിപ്പിമോൾക്ക് നല്ല ദേഷ്യമായിരുന്നു. എനിക്ക് ആ ചേട്ടന് ഇഷ്ടമില്ല എന്ന് പറയണം. ഇഷ്ടമില്ല? അതെന്താ മോൾ അങ്ങനെ പറയണേ? ഇഷ്ടമില്ലാന്ന് മോളുടെ ചേട്ടനല്ലേ നിൽക്കും, ചേട്ടനൊക്കെയാ, പക്ഷെ ചീത്തയാന്ന് പറയണം. ചീത്തയാണോ? അതെന്താ മോളെ അങ്ങനെ പറഞ്ഞേ? ഇന്നലെ ഉണ്ടല്ലോ ഒരു സംഭവം ഉണ്ടായി അമ്മയെന്ന് പറയാ. സംഭവം? എന്ത് സംഭവം? അത് പിന്നെ സൂര്യചേട്ടനെ വിളിച്ചു ആ ചേട്ടൻ. എന്നിട്ട് ഷൂസിന്റെ ലേസ് അഴിച്ചിട്ട് അത് കെട്ടിക്കൊടുക്കാൻ പറഞ്ഞു. എന്നിട്ടോ സൂര്യചേട്ടൻ കെട്ടിക്കൊടുത്തില്ല, പോടാന്ന് പറഞ്ഞ് പോയെന്ന് പറയണം. ഭയങ്കര ദേഷ്യമായിരുന്നു പറയാം. അതിന് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാം. അതുകൊണ്ട് ആ ചേട്ടനെ സാരമില്ല, അതൊക്കെ നമുക്ക് ശരിയാക്കി എടുക്കാം, മോളുടെ ചേട്ടനല്ലേ എന്നൊക്കെ പറയണം. എന്നാലും എനിക്ക് അങ്ങോട്ട് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറയണം. പിന്നീട് ചിപ്പിമോളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിപ്പിമോള് ചോദിച്ചു, അല്ല അമ്മയുടെ പേരെന്താ? ഇഷിത അയ്യർന്ന്. ഇഷിത മഹേഷ് എന്നല്ലേ ഇനിയിപ്പോ വേണ്ടേന്ന് ചോദിക്കുക. ഇത് കേട്ടതും ഇഷിത പറഞ്ഞു, അത് പിന്നെ അമ്മയുടെ ഫുൾ നെയിം അങ്ങനെ ആയിരുന്നല്ലോ, അതിപ്പോ മാറ്റാനൊന്നും പോയില്ല എന്ന് പറയാം. ഇത് കേട്ടതും മഹേഷ് പറഞ്ഞു, ഓ ഇനിയിപ്പോ ഇഷിത മഹേഷ് അയ്യർന്ന് ആക്കാൻ വേണ്ടി ആയിരിക്കും അല്ലേന്ന് ചോദിക്കുക. ഇഷിത പറഞ്ഞു, പിന്നെ എനിക്ക് ഒരു നിർബന്ധമില്ല, എനിക്ക് ഇത്രയും കാലം എന്റെ പേര് ഇഷിത അയ്യർന്നായിരുന്നു, അനി അങ്ങനെ തന്നെ മതി എന്ന് പറയും. പിന്നെ ഇഷിത മഹേഷ് അയ്യർ, അയ്യേ അതൊന്നിനും കൊള്ളത്തില്ല, അല്ലേലും എന്റെ പേര് നിന്റെ പേരിന്റെ പുറകെ ചേർക്കാൻ കൊള്ളത്തില്ലെന്ന് പറയാ. ഇത് പറഞ്ഞോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും കൂടെ വഴക്കുണ്ടാക്കുവാണ്. അവസാനം മഹേഷ് ചോദിച്ചു, അല്ല ഈ ഇഷിതയുടെ അയ്യനാ ഇന്റലിജൻസ് ആണോ? അല്ല അത് എങ്ങനെയാണെങ്കിൽ ഹെഡേക്ക് ആയിരിക്കും അല്ലേന്ന് ചോദിക്കണം. ഒരു തലവേദന, എനിക്ക് നീ ഒരു തലവേദനയാണല്ലോ എന്ന് പറയാണ്. ഇത് കേട്ടതും ഇഷിത പറഞ്ഞു, ആണോ? അങ്ങനെയാണെങ്കിൽ മഹേഷിന്റെ എമ്മും മങ്കിന്നായിരിക്കും അല്ലേന്ന് ചോദിക്കുകയാണ്. അതും പറഞ്ഞോണ്ട് ഇഷിത ചിരിക്കുകയാണ്. അപ്പൊ ചിപ്പിമോളും കൂടി അങ്ങനെ അവർ രണ്ടുപേരും കൂടെ മഹേഷിനെ ഇട്ട് കളിയാക്കിക്കൊണ്ടിരിക്കണം. മഹേഷ് പറഞ്ഞു, ആഹാ നീ ആള് കൊള്ളാലോ ചിപ്പി, അമ്മ വന്നതിന് ശേഷം ഇപ്പൊ നിനക്കെന്നെ ഇത്തിരി കളിയാക്കി ഓടുന്നുണ്ട് എന്ന് പറയണ. അല്ല ഡാഡിയല്ലേ ആദ്യം അമ്മേനെ കളിയാക്കിയത്, അപ്പൊ പിന്നെ അമ്മേനെ കളിയാക്കി പിന്നെ എനിക്ക് സഹിക്കുമെന്ന് ചോദിക്കാം. ആ കൊള്ളാം എന്നൊക്കെ പറഞ്ഞോണ്ട് മഹേഷ് ചിപ്പിമോളോട് വെറുതെ ഇങ്ങനെ ദേഷ്യപ്പെടുന്നൊക്കെയുണ്ട്. ആ സമയം ചിപ്പിമോളോട് ഞാൻ അമ്മേ സ്കൂൾ ബസ് വരാൻ സമയമായെന്ന് പറയണ. എന്നാ ശരി ഞങ്ങൾ ഇറങ്ങട്ടെ, മഹേഷ് ഇപ്പൊ ഉണ്ടോന്ന് ചോദിക്കുകയാണ്. മഹേഷ് പറഞ്ഞു, ഞാൻ ഇത്തിരി കഴിഞ്ഞിട്ടുള്ളെന്ന് പറയാണ്. ശരി എന്നാൽ ഞങ്ങൾ ഇറങ്ങുമെന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ട് ഇറങ്ങുവാണ്. അങ്ങനെ ഇറങ്ങുന്ന സമയത്ത് കൈലാസ് അങ്ങോട്ടേക്ക് വന്ന് നോക്കി. ഇഷിതേനെ മൊത്തത്തിലും നോക്കി. ഇവിടെ ഓരോ ദിവസം ചെല്ലുന്തോറും ഭയങ്കര സുന്ദരിയായിട്ട് വരുവാണല്ലോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ്. അപ്പോഴേക്കാണ് മഞ്ജിമ അങ്ങോട്ടേക്ക് വരുന്നത്. മഞ്ജിമ കണ്ടു കൈലാസിന് ഈ നോട്ടവും മട്ടും ഒക്കെ ഇഷിതേനെയുള്ളേ. മഞ്ജിമയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ അവിടെ വെച്ചൊരു സീൻ ഉണ്ടാക്കാനായിട്ട് പറ്റില്ലാത്തതുകൊണ്ട് മഞ്ജിമയൊന്നും മിണ്ടിയില്ല. പെട്ടെന്ന് കൈലാസിനെ അങ്ങോട്ട് വിളിച്ചു. ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞ് അങ്ങ് വിളിച്ചോണ്ട് അങ്ങോട്ട് പോവാണ്. കൈലാസിന് ദേഷ്യം വന്നു. ഇവിടെ എന്തിനാണോ ഈ സമയത്ത് ഇങ്ങോട്ട് കെട്ടിയെടുത്തേന്ന് പറഞ്ഞോണ്ട് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. പിന്നീട് ചിപ്പിമോളോട് പോകുന്ന വഴിക്ക് പറഞ്ഞു, അതെ ഒരു കാര്യമുണ്ട്, സ്കൂളിൽ എന്ത് നടന്നാലും പറയണം കേട്ടോ അമ്മയോട്, ഞാൻ എന്ത് അറിഞ്ഞാലും അമ്മയോട് പറയും എന്നൊക്കെ പറയണം. അങ്ങനെ ചിപ്പിമോളെ സ്കൂൾ ബസ്സൊക്കെ കയറ്റി വിട്ടിട്ട് ഇഷിത നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. പിന്നീട് ചിപ്പിമോള് സ്കൂളിലേക്ക് വരുവാണ്. അപ്പൊ സ്കൂളിലേക്ക് വരുന്ന സമയത്ത് സൂരജ് അങ്ങോട്ടേക്ക് ചിപ്പിമോളെ കണ്ടപ്പോൾ ഓടി വരുവാണ്. പിന്നീട് അവർ രണ്ടുപേരും കൂടെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ ആദ്യം അങ്ങോട്ട് സഹിച്ചില്ല. ഇവനിട്ടൊരു പണി കൊടുക്കണമെന്ന് കരുതി ഇരിക്കുമായിരുന്നു. ഇവനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. പിന്നീട് എന്ത് ചെയ്യാണ്, സൂരജിന്റെ അടുത്തേക്ക് ചെന്നു. സൂരജിന്റെ അടുത്ത് എന്നിട്ട് ഓ നീ വലിയ ആളല്ലടാ, ഇന്നലെ നിന്നോട് എന്റെ ഷൂവിന് ലേസ് കെട്ടാൻ പറഞ്ഞത് നിനക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നല്ലേ, ലേസ് കെട്ടി തടാന്ന് പറഞ്ഞിട്ട് കാലങ്ങ് നീട്ടി വെച്ച് കൊടുക്കണം. സൂരജ് പറഞ്ഞ് എനിക്ക് പറ്റില്ല എന്ന് പറയാം. നീ ചെയ്യത്തില്ലല്ലേ, നിന്നെ കൊണ്ട് ചെയ്യിക്കുമെന്ന് പറഞ്ഞ് ബലമായിട്ട് അങ്ങനെ ചെയ്യിക്കാൻ തുടങ്ങി കഴിയുമ്പോഴത്തേനും സൂരജ് അതിനെ പിടിച്ചിട്ട് തള്ളി. നീ എന്നെ തള്ളുവല്ല എന്ന് ചോദിച്ചാൽ സൂരജിനെ പിടിച്ചിട്ട് തിരിച്ചു തള്ളുവാണ്. അങ്ങനെ അവർ രണ്ടും കൂടെ ഉന്തും തള്ളും ഉണ്ടാക്കുന്ന സമയത്ത് ചിപ്പിമോൾ അടുക്കലേക്ക് കയറിയിട്ട് ആദ്യം പിടിച്ചങ്ങോട്ട് തള്ളി വിടുവാണ്. ദേ എന്റെ ചേട്ടനെ തൊട്ടാണ്ടല്ലോ വിവരം അറിയുന്നു പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പ്രശ്നം ഉണ്ടാക്കി. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അവന് സഹിച്ചില്ല. ആദിക്ക് നീ എന്നെ എന്ത് കൂടി, നീ എന്നെ
തള്ളിയിടുവല്ലേ, നീ എന്നെ തല്ലുവല്ലേ ചോദിക്കും. തല്ലുക മാത്രമല്ല, വേണ്ടി വന്നാൽ കൊല്ലുകയും ചെയ്യും എന്റെ സൂര്യചേട്ടനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ പറയണം. അങ്ങനെ ആകെപ്പാടെ അവസാനം അത് വിഷയമായി. പ്രിൻസിപ്പലിന്റെ കാതിലും എത്തി. പിന്നീട് ഇഷിതേനെ, ആഷിതേനെ, രചന എല്ലാവരും കൂടെ അങ്ങനെ വിളിപ്പിക്കുകയാണ്. മഹേഷ് എല്ലാം പ്രിൻസിപ്പളിന്റെ റൂമിലേക്ക് വന്നു. ആദ്യമാണ് വന്നിട്ട് കുറച്ച് ദിവസം മാത്രം ആയിട്ടുള്ളൂ. അങ്ങനെ പ്രശ്നം കോംപ്രമൈസ് ആക്കാനായിട്ട് അങ്ങോട്ട് വിളിപ്പിക്കുകയാണ്. അങ്ങനെ വിളിപ്പിച്ചതിന് ശേഷം ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അവിടെ എന്താ സംഭവിച്ചതെന്ന്. അപ്പൊ ആദ്യം പറഞ്ഞു, ഞാൻ വെറുതെ അവിടെ നിൽക്കുമായിരുന്നു. അവൻ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് എന്നോട് ഓരോ വൃത്തിയോടൊക്കെ പറഞ്ഞിട്ട് എന്നെ വെറുതെ പിടിച്ചിട്ട് തള്ളിയിടുവാരെന്നൊക്കെ പറയണം. ഇത് കേട്ടത് ചിപ്പി പറഞ്ഞു, അതെ വെറുതെ പറയുന്നതാന്ന് പറയാം, അങ്ങനെയൊന്നും അല്ലാന്ന് പറയും. ഈ സമയം രചന പറഞ്ഞു, മോളെ ചിപ്പി, നീ സത്യം മാത്രമേ പറയുള്ളൂ, നിന്റെ ചേട്ടൻ എന്ന് പറയണം. അതൊക്കെ എനിക്കറിയാം, എന്റെ ചേട്ടനൊക്കെയാണെന്നറിയാം. പക്ഷെ എന്റെ അമ്മ എന്നെ പഠിപ്പിച്ചിരിക്കുന്നത് എന്താണെന്നറിയോ, കള്ളം പറയരുത്, സത്യം മാത്രം പറയണമെന്ന്. എന്താ അവിടെ സംഭവിച്ചെന്ന് അറിയാവോ എന്ന് ചോദിച്ചുകൊണ്ട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ വള്ളിപ്പുള്ളി വിടാതെ ചിപ്പിമോൾ അങ്ങോട്ട് പറയാണ്. സൂര്യചേട്ടൻ ഒന്നും ചെയ്തിട്ടില്ല. ഇന്നലെ ഇതുപോലെ തന്നെ സൂര്യചേട്ടൻ അവിടെ നിന്ന സമയത്ത് ഈ ചേട്ടനാണ് ചെന്ന് പ്രശ്നം ഉണ്ടാക്കാണ്ട് ചെന്നേ. എന്നിട്ട് വെറുതെ സൂര്യചേട്ടനെ പ്രകോപിപ്പിക്കുമായിരുന്നു. ഇന്നും അതുപോലെ തന്നെയാ എന്നൊക്കെ പറയണം. പ്രിൻസിപ്പാളിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായി. പ്രിൻസിപ്പാളിന്റെ രചനയ്ക്ക് വാണിംഗ് കൊടുത്തു. മേലാൽ ഇനി ഇത് ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇതേ TC ഒന്ന് പറഞ്ഞു വിടുള്ളൂ. ഇത് ഊട്ടിയിലെ സ്കൂളല്ല, ഈ സ്കൂളിന് അതിൻ്റെ ഡിസിപ്ലിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മഹേഷിന്റെ ഒരു മോൾ ഇവിടെ ചിപ്പി പഠിക്കുന്നുണ്ടുള്ളത് കരുതിയിട്ട് മാത്രമാണ് അഡ്മിഷൻ കൊടുത്തത്. ഇനി ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്ന് പറയണം. രചനയ്ക്ക് ഏറ്റവും വലിയ അടിയായിരുന്നത്. രചന ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല ചിപ്പി മോൾ ആദ്യക്കെതിരായിട്ട് പറഞ്ഞ് അവളുടെ ഏട്ടനായിട്ട് പോലും സപ്പോർട്ട് ചെയ്തില്ല എന്നൊരു ചിന്തയുണ്ടാവുന്നുണ്ട്. പിന്നീട് പുറത്തേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേനും രചന നേരെ ഇഷിതയുടെ അടുത്തേക്ക് എല്ലുവാണ്. എനിക്ക് മനസ്സിലായി, നീ മനഃപൂർവ്വം ചിപ്പിയെ പറഞ്ഞിറക്കി വിട്ടാലേടി എന്റെ മോനെ കുരുക്കാൻ വേണ്ടിട്ട്. നിന്റെ ഉദ്ദേശം എന്താണെന്ന് നടക്കാൻ പോകുന്നതൊക്കെ പറയാം. ഇത് കേട്ടപ്പോൾ ഇഷിത പറഞ്ഞു, അതെ മര്യാദയ്ക്ക് വളർത്താൻ ശ്രമിക്കണം. നിന്റെ കയ്യിലാണെങ്കിൽ ആദ്യം ഇതല്ല ഇതിലപ്പുറവും ചെയ്യും. അവന് നല്ലത് പറഞ്ഞ് മാത്രം വളർത്തിയെടുക്കേണ്ടതിന് പകരം നീ അവന്റെ മനസ്സിലേക്ക് വിഷമ കുത്തി നിറയ്ക്കണമെന്ന് പറയണം. പിന്നീട് ചിപ്പിമോളെ ആദ്യം സൂര്യനെ അവരെയൊക്കെ ക്ലാസ്സിലേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു. ആഷിത അങ്ങോട്ടേക്ക് പോവുകയും ചെയ്തു. ഈ സമയത്ത് മഹേഷ് ഇഷിതയോട് പറഞ്ഞു, ബാ നമുക്ക് പോകാന്ന് പറയാം. രചന പറഞ്ഞു, അങ്ങനെ അങ്ങോട്ട് പോകാൻ വരട്ടെ, നിങ്ങൾ അങ്ങോട്ട് പോയാലോ. എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് ഭാര്യയോടൊപ്പം വന്നിട്ട് എന്റെ മോനെ വിചാരണയും വന്നിരിക്കുന്നു. നിനക്ക് നാണമില്ലേ, നിങ്ങളുടെ മോനല്ലേ അവനെന്നൊക്കെ ചോദിക്കുകയാണ്. അവനോടൊപ്പം നിങ്ങൾ നിൽക്കുവല്ലേ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കുക. ഇത് കേട്ടോ മഹേഷ് പറഞ്ഞു, എന്തിനു നിൽക്കണം, നീ അവനെ വളർത്തി എങ്ങനെയാ കൊണ്ടുവരുന്നത് എനിക്കറിയാം. നിന്റെ കൂടെയാണെങ്കിൽ അവൻ ഒരിക്കലും നന്നാവില്ല രചന. ഇനിയെങ്കിലും അവനെ നന്നായിട്ട് വളർത്താൻ ശ്രമിക്കുക. നിനക്ക് പറ്റില്ലെങ്കിൽ അവനെ എനിക്ക് വിട്ടു തന്നേരെ, ഞാൻ അവനെ പൊന്നുപോലെ നോക്കിക്കോളാം എന്നൊക്കെ മഹേഷ് പറയാം. ഇത് കേട്ടപ്പോൾ രചന പറഞ്ഞു, അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. നീ എന്റെ മോളെ സ്വന്തമാക്കി, പക്ഷെ അതുപോലെ എന്റെ മോനെ സ്വന്തമാക്കാൻ നീ ശ്രമിക്കേണ്ടെന്ന് പറയണം. ഇഷ്ടത് പറഞ്ഞു, പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല മഹേഷേ. ഇനിയിപ്പം ആദിയുടെ ഭാവി അത് രചനയുടെ കയ്യിലാണ്. പക്ഷേ എങ്കിലും ഒരു ദിവസം കണ്ടു അവനെ ഞാൻ സ്വന്തമാക്കും, ഞാൻ അവനെ കൊണ്ടുപോകുക തന്നെ ചെയ്യുമെന്ന് പറയണം. അവന്റെ ഈ സ്വഭാവമൊക്കെ മാറ്റിയിട്ട് അവനെ നല്ലവരാക്കി ചിപ്പിയെ പോലെ എന്നെ ആക്കുമെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ രചന പറഞ്ഞു, നീ കൊണ്ടാനായിട്ട് അങ്ങോട്ട് വന്നാൽ മതി. ഈ രചന ആരാന്നറിയാം. ഒരു കാരണവശാലും ആദ്യം നിന്റെ ഇടയിലേക്ക് വരാൻ പോകുന്നില്ല ഇഷിത. അങ്ങനെയുള്ള എന്തെങ്കിലും മോഹം ഉണ്ടെങ്കിൽ നീ അങ്ങോട്ട് മനസ്സിൽ നിന്ന് കളഞ്ഞാക്കാൻ പറയാണ്. അതേസമയം മഹേഷ് പറഞ്ഞു, രചന നിർത്തിയാരെ, ഇനി കൂടുതൽ നമ്മൾ തമ്മിലൊരു സംസാരം വേണ്ട. നിനക്കറിയാം നീ ചെയ്ത് കൂട്ടി വെച്ചിരിക്കുക എന്തൊക്കെയാന്ന്. പിന്നെ എന്നെ മുന്നിൽ ജയിക്കാൻ വേണ്ടി നിനക്ക് അങ്ങനെ പലതും പറയാന്ന് പറയാം. ഇത് കേട്ടപ്പോൾ രചന പറഞ്ഞു, ഓ ഇഷിതയുടെ തൊലിയെടുപ്പ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് നീ അവള് പറയുന്നത് മാത്രം അനുസരിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് വൃത്തിയുടെ ഭാഷ പറയാം. നിന്റെ മോനല്ലേ അവന്, എന്നിട്ട് പോലും നിനക്ക് അതിന് നാലിലൊന്നും സ്നേഹം അവനോട് കാണിച്ചില്ലല്ലോ. നീ അതെ ആ ആഷിതയുടെ ആ മോന് വേണ്ടിയിട്ട് സൂര്യന് വേണ്ടിട്ടല്ലേ നിലകൊണ്ടെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് മഹേഷിനെ ചീത്ത പറയണം. അവസാനം മഹേഷിന് ദേഷ്യം വന്നു. മഹേഷ് നീ ഒരു അക്ഷരം മിണ്ടി പോയിട്ടുണ്ടെങ്കിൽ സ്കൂളാന്ന് നോക്കില്ല, നിന്റെ കർണം അടിച്ചാൽ പൊട്ടിക്കുമെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ രചന പറഞ്ഞു, ഓഹോ അത്രയ്ക്കായോ, ഒന്ന് അടിച്ചു വന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് അങ്ങ് ചെന്നിട്ട് വെച്ചു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മേലാല് എന്റെ മോന്റെ ജീവിതത്തിലേക്ക് നീ കൈയെടുത്താൽ വന്നാണ്ടല്ലോ നിന്നെ ശരിയാക്കുമെന്ന് പറഞ്ഞ് അടിക്കാനായിട്ട് അങ്ങ് കൈ ഓങ്ങുവാണ്. ഒട്ടും മടിച്ചില്ല. ഇഷ്ടതി ആ കയ്യിലേക്ക് അവൾ കയറി പിടിച്ചു. നീ ആരെയാ തല്ലാൻ തുടങ്ങണമെന്ന് ചോദിച്ചു. എന്റെ ഭർത്താവിന് നേരെ കൈ എങ്ങനെയും പൊക്കിയിട്ടുണ്ടാവുണ്ടല്ലോ, മേലാല് നിന്റെ കൈ ഒന്നുകൂടെ പൊങ്ങത്തില്ല, നിന്റെ കൈ ഒടിച്ച് ഞാൻ 4 പീസാക്കി കളയുമെന്ന് പറയണം. എന്ന് പറഞ്ഞാൽ കൈ അങ്ങോട്ട് പിടിച്ച് താത്തി വിടുക. ഒട്ടും പ്രതീക്ഷിച്ചില്ല രചന അത്രയ്ക്കൊന്നും. ഒരു നിമിഷം മഹേഷിന്റെ മുഖത്തേക്ക് രചന ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുകയാണ്. മഹേഷിനെ ചിരി പൊട്ടി. മഹേഷ് കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്, കണ്ടുപഠിക്കടി, ഇതാണ് ഭാര്യ എന്ന് പറഞ്ഞാല്, അല്ലാതെ നിന്നെ പോലുള്ള ഒരുത്തി അല്ലെന്ന് പറയാണ്. നീ ഇതിനേക്കാളും ഭേദം എന്നോട് പോകുന്നാടി എന്നൊക്കെ പറഞ്ഞിട്ട് നന്നായിട്ട് രചനയെ പറയണം. അവസാനം രചന ഇവിടെ നാണം കെടുത്തി വിടുവാണ്. രചന പറഞ്ഞ്, ഞാൻ കാണിച്ചു തരാം, ഞാനാ നിനക്ക് ശരിക്കും അറിയത്തില്ലാഞ്ഞിട്ട് ഇഷ്ടതാ, ഞാൻ കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചിട്ട് അങ്ങോട്ട് പോവാണ്. അവളങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ഇഷ്ടത് പറഞ്ഞു, അവൾക്ക് എന്നെ ശരിക്കും അറിയത്തില്ല, അവളുടെ വിചാരം എന്താ. മഹേഷ് പറഞ്ഞു, കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്, എന്നാലും ഇത്രയ്ക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ലേ. കയ്യെ കയറി പിടിച്ചപ്പോൾ ഞാൻ ഓർത്തിപ്പം രചനയുടെ കർണത്തിലിട്ടൊന്ന് പൊട്ടിച്ചെന്ന്. വേണമെങ്കിൽ ഞാൻ പൊട്ടിക്കും, അറിയാലോ.
എന്ന് പറഞ്ഞു കഴിയപ്പത്തിന് മഹേഷിയും അത് പിന്നെ എനിക്ക് അറിയാവുന്ന കാര്യമല്ലേ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ രജനി ആ പടെ ഭ്രാന്ത് പിടിച്ചാണ് പിന്നീട് വീട്ടിലേക്ക് വരുന്നത്. വീട്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ട് രജനിക്ക് സമനില എത്തുന്ന പോലെ തോന്നി. എല്ലാവരുടെ മുന്നിൽ നാണം കിട്ടും. പോരാത്തേന് ആദ്യം വിളിച്ച് പ്രിൻസിപ്പളിന്റെ ഉപദേശം ഇനി ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവനെ TC എന്ന് പറഞ്ഞു വിടുന്നു. എല്ലാത്തിനും കാരണം ഇഷിതയാണ്. ഇഷിത ചിപ്പിയെ ഓരോന്ന് പറഞ്ഞ് തിരിച്ചു വെച്ചു. അതുകൊണ്ട് ചിപ്പി അങ്ങനെ പറഞ്ഞുകൊണ്ട് മാത്രമാണ് തന്റെ മോന് കുറ്റക്കാരനായത്. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആകാശം വന്നു. ആകാശനോട് ഈ കാര്യങ്ങളെല്ലാം പറയാണ്. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോ ആകാശം പറഞ്ഞു, ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. ചിപ്പിയെ സ്വന്തമാക്കണം ആദ്യം. അതിനുവേണ്ടി എന്തേലും ചെയ്യണം. അല്ലെങ്കിൽ മിക്കവാറും ചിപ്പിയെ നഷ്ടപ്പെട്ട പോലെ ആദ്യം നഷ്ടപ്പെടുമെന്ന് പറയണം. രജനി പറഞ്ഞു, അങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ആകാശിന് ഒരു കാരണവശാലും ഇല്ല. ചിപ്പിയെ സ്വന്തമാക്കാനായിട്ട് ഇനിയാ ശ്രമിക്കാൻ പോണെന്ന് പറയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ഇനിയിപ്പോ എന്തായി തീരുമെന്ന് അറിയത്തില്ല. ഒരു കാര്യം രജനിക്ക് മനസ്സിലായി, ഇഷിതയും മഹേഷും അത്ര സ്നേഹത്തിലാണ്. കാരണം അവരുടെ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും രജനിക്ക് അങ്ങോട്ട് സഹിച്ചില്ല. ആകാശിന്റെ കൂടെ ആണെങ്കിലും മഹേഷ് ഇഷിതയോട് സ്നേഹം കാണിക്കുമ്പോഴത്തേനും അവളുടെ നെഞ്ചിനകത്തൊരു പെടപ്പാണ്. പിന്നീട് രജനിക്ക് മനസ്സിലായി, ഇനിയിപ്പൊ പഴയ കളികളൊന്നും നടക്കില്ല. ചിപ്പിമോള് വലുതായിക്കൊണ്ടിരിക്കുക. അവൾക്ക് തെറ്റേതാ ശരിയാന്ന് നന്നായിട്ട് വ്യക്തമായി തുടങ്ങുന്ന പ്രായമാണ്. അത് മാത്രമല്ല ആദി അവന്റെ പേരിൽ ഇനി ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അവനെ സ്കൂളിൽ നിന്ന് ഇറക്കി വിടുക തന്നെ ചെയ്യും. അപ്പൊ അവനെ ഒന്ന് ഇതാക്കി നിർത്തണം. കാരണം അത് മാത്രമല്ല, ചിപ്പിമോളെ കൊണ്ടുവരണമെങ്കിൽ അവന്റെ സഹായം കൂടിയേ തീരൂ എന്ന് ചില തീരുമാനങ്ങളൊക്കെ എടുക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.